എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് പൈങ്കിളി എന്ന 2025 ഇറങ്ങിയ മലയാളം റൊമാൻറ്റിക് കോമഡി സിനിമയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ജിത്തു മാധവനാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പുതിയ ഒരു ഡയറക്ടറാണ്, ശ്രീജിത്ത് ബാബു. ജിത്തു മാധവൻ നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നൊരു ഡയറക്ടറാണല്ലോ. അപ്പോൾ ഗപ്പി, രോമാഞ്ചം, പിന്നെ ആവേശം, അതിൻ്റെ എല്ലാം ഡയറക്ടറാണ്. എനിക്കത് ഗപ്പിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടാണെന്ന് തോന്നുന്നു. ബട്ട് സ്റ്റിൽ ഹീ ഈസ് എ ബ്രില്യൻറ്റ് ഫിലിം മേക്കർ. നല്ലോണം സിനിമ ഉണ്ടാക്കാൻ അറിയാവുന്നൊരു വ്യക്തിയാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാ ഫിലിം മേക്കിംഗ് ചോയ്സസും അത്ര ഇഷ്ടമല്ല. ഫോർ എക്സാമ്പിൾ രോമാഞ്ചം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയല്ല, പക്ഷേ അതിനകത്ത് ഒത്തിരി നല്ല സീൻസ് ഉള്ള സിനിമയാണ്. ആവേശവും അതേപോലെ എൻ്റെ ടൈപ്പ് ഒരു സിനിമയല്ല, പക്ഷേ ഒബ്വിയസ്ലി അത് വളരെ ഹിറ്റായ, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള, ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു സിനിമയാണല്ലോ. അപ്പോൾ അതിൽ എന്തായാലും എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത് ഉണ്ടായിട്ടല്ലേ അങ്ങനെ ആവുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുതിയ സിനിമയായ പൈങ്കിളി എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുവെന്ന് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടിരുന്നു. ചില സിനിമകളുടെ ഒന്നും ഞാൻ ട്രെയിലർ കാണാറില്ല, കാരണം അതുപോലെ കോൺഫിഡൻസ് ഉള്ള സിനിമകളില്ല. പക്ഷേ പൈങ്കിളിൻ്റെ ട്രെയിലർ കണ്ടപ്പം എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ആ ട്രെയിലർ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത്. നല്ലൊരു ചിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാണും എന്ന് കരുതിയാണ് കണ്ടത്. സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു 15 മിനിറ്റ്സിനുള്ളിൽ എനിക്ക് മനസ്സിലായി സിനിമ നമ്മൾ പൊതുവിൽ കാണുന്ന പോലത്തെ ഒരു സിനിമയിൽ ഒരു പ്രത്യേകതരം സിനിമയാണ്. പക്ഷെ അതല്ലാതെ എൻ്റെ കൺസേൺ ഇതിനകത്ത് നമ്മൾ സിനിമയെ പറ്റി പറഞ്ഞ മുമ്പ് എനിക്ക് പ്രധാനമായിട്ട് ഇതിനകത്ത് ആക്ടേഴ്സ്, പ്രൈമറി 2 ആക്ടേഴ്സ് സജിൻ ഗോപുവും അനശ്വര രാജനും. സജിൻ ഗോപു നമുക്ക് വീണ്ടും അറിയാം, ജാനേ മന്ന്, ആവേശം, രോമാഞ്ചം, ഇതിനകത്തൊക്കെ നല്ല അടിപൊളി ആക്ടിങ് ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് ജാനേ മന്നകത്ത് സജിൻ ഗോപുവിൻ്റെ റോള് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ സജി വൈപ്പിൻ എന്നും പറഞ്ഞൊരു ക്യാരക്ടർ ഭയങ്കര നല്ലൊരു ക്യാരക്ടർ. ആ സിനിമ ആസ് എ ഹോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു നല്ല കഴിവുള്ളൊരു ആക്ടറാണല്ലോ. അപ്പം അദ്ദേഹം ഈ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സിനിമ അദ്ദേഹമാണ് തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നത്. അത്രയും ഫുൾ വെയിറ്റ് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിലാണ്. അനശ്വര രാജൻ്റെ റോൾ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ആ കഥാപാത്രം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിക്കിതിനകത്ത് കോമഡി ഒന്നും തന്നെ വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് സിനിമ വളരെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ അരോചകമായ ഒരു സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നി. അൺസഹിക്കബിൾ എന്ന് പറയാൻ പറ്റുന്നൊരു സിനിമയായിരുന്നു എനിക്കിത്. ഇതിനകത്ത് സജിൻ ഗോപു ആണ് ഉള്ളതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം കൊള്ളില്ല, ഒരു മണ്ടൻ കഥാപാത്രം. ഇതിനകത്ത് മൊത്തത്തിൽ എന്താ പറയണ്ടത്, നമുക്ക് ലോജിക്കൊന്നും ഇല്ലാതെ കാണേണ്ട ഒരു സ്ലാപ്സ്റ്റിക് കോമഡി കാണുന്നത് പോലെ കാണേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ അങ്ങനെയൊക്കെ പറയാമെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദ മൂവി ഹാസ് ടു എൻ്റർടൈൻ യു. എന്ത് ജോണർ സിനിമയാണെന്ന് പറഞ്ഞാലും, ഹൊറർ ആയാലും കോമഡി ആയാലും സ്ലാപ്സ്റ്റിക് ആയാലും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ടൈപ്പ് സാധനമായാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നണം. എനിക്ക് തോന്നിയില്ല. എനിക്ക് നിർത്തിയിട്ട് എഴുന്നേറ്റ് പോകാൻ തോന്നിയൊരു സിനിമയാണ്. വളരെ ബോറ് സിനിമയായിരുന്നു. കുറേ കോമഡി കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്, വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരുന്നത്. 1-2 ഞാൻ ചിരിച്ചിട്ടുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ അബുസലിം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു നടനാണ്. അദ്ദേഹം ഈ സിനിമയിൽ ഈ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറിൻ്റെ അച്ഛനായിട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു ക്യാരക്ടറായിട്ടാണ് തുടങ്ങുന്നത്. തുടക്കം അങ്ങനെയാണ്. പക്ഷെ ആ ഫുള്ളി ആ ഒരു ക്യാരക്ടറുടെ ഒരു തുടക്കത്തിലൊരു അച്ഛൻ മകൻ അനുസരിക്കാത്തൊരു അച്ഛൻ, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ ഒന്നും കേൾക്കാത്തൊരു മകൻ, മൊത്തത്തിലൊരു ആൻറ്റഗോണിസ്റ്റിക്കായിട്ട് നിൽക്കാൻ സാധ്യതയുള്ള ഒരു അച്ഛനായിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ഒരു കോമിക് റിലീഫ്, കോമഡി കഥാപാത്രമായിട്ടൊക്കെ അങ്ങ് മാറ്റി. അത് വളരെ മോശമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് ആസ് ആൻ ആക്ടർ ഇറ്റ് സെൽഫ് അദ്ദേഹത്തിന് കുറച്ചുകൂടെ റെസ്പെക്റ്റ് കൊടുക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചുമ്മാ ടൈം പാസ് കോമഡി ക്യാരക്ടറാക്കി മാറ്റി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ലിജോ ജോസ് പെല്ലിശ്ശേരി ഇതിനകത്തുണ്ട്. അദ്ദേഹം എനിക്കിഷ്ടപ്പെട്ട റോള്. അത് പലർക്കും ഇഷ്ടപ്പെട്ട് കാണത്തില്ല, എനിക്കത് ഇഷ്ടപ്പെട്ടു. റിയാസ് ഖാൻ ഉണ്ട്. അത് റിയാസ് ഖാൻ ആയതുകൊണ്ട് മാത്രം ആ കഥാപാത്രം കൊള്ളാം, അല്ലെങ്കിൽ ആ കഥാപാത്രം കൊള്ളത്തില്ല. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഇതിൻ്റെ എഴുത്ത് തന്നെയാണ്. എങ്ങോട്ടൊന്നുമില്ലാതെ ഉമ്മയുടെ എഴുത്ത്. ഓവറോൾ കൊള്ളില്ല. സിനിമ ഒട്ടും കൊള്ളത്തില്ല, ഒട്ടും റെക്കമെൻഡഡ് അല്ല, കാണണ്ട എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. നോ ദാറ്റ് ബീങ് സെഡ്, ഇതിൻ്റെ കുറച്ച് സ്പോയിലേഴ്സ് എനിക്ക് പറയണമെന്നുണ്ട്. ഫസ്റ്റ് സ്പോയിലർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എൻഡിങ്ങിൽ ഈ പുള്ളിക്കാരി അനശ്വര രാജൻ്റെ കഥാപാത്രം ഓക്കെ, അത് പറയുന്നതിന് മുമ്പ് ബേസിക്കലി കല്യാണം കഴിക്കാൻ വേണ്ടി ഒളിച്ചോടാൻ നോക്കുന്നൊരു കഥാപാത്രമാണ് അനശ്വര രാജൻ. അതിന് ചെക്കനെ കണ്ടുപിടിക്കണം, ഒളിച്ചോടണം. അങ്ങനെ പലരെയും ട്രൈ ചെയ്ത് അവസാനം സാഹചര്യവശാൽ ഈ സജിൻ ഗോപുവിൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ ഒളിച്ചോടി വരുന്നതാണ്. ഈ പ്രമിസ് തന്നെ ഇറ്റ് ഡസൻറ്റ് വർക്ക് ഫോർ മീ. എനിക്ക് ഒട്ടും അതിനകത്ത് ലോജിക്കൊക്കെ വിട്.
ഇറ്റ് ഷുഡ് ബി ഫൺ റൈറ്റ്. ഫണ്ണായിട്ട് തോന്നിയില്ല, ചുമ്മാ കുറേ ഓട്ടോ നെട്ടോട്ടോ ആയിട്ട് എനിക്ക് തോന്നിയത് ഇവരിങ്ങനെ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. അനശ്വര രാജൻ്റെ അഭിനയം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് അവരുടെ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ക്യാരക്ടർ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. അവരെ കൊണ്ട് എടുക്കാൻ പറ്റുന്നത് അവർ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിനു മുമ്പ് അത്യുഗ്രൻ അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള സ്ത്രീയാണല്ലോ അനശ്വര രാജൻ. പിന്നാണെങ്കിൽ ഈ സജിൻ ഗോപുവിൻ്റെ ഇതിനകത്ത് 2-3 സ്പോയിലേഴ്സ് പറയാം. ഒന്നാമത് സജിൻ ഗോപു ഇതിനകത്ത് ഒരാളെ കൊല്ലുന്നുണ്ട്. അത് കാരണമാണ് പിന്നെ നടക്കുന്ന എല്ലാം. ഈ ഭ്രാന്തിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കാനൊക്കെ അദ്ദേഹം പോകുന്നുണ്ട്, ഈ കൊന്നത് ഓക്കെ ആണെന്ന് വരുത്തി തീർക്കാൻ. പക്ഷെ ആ കൊന്നതിനെ പറ്റി പിന്നെ സംസാരിക്കുന്നതേ ഇല്ല. അത് അത്രയും മേജർ ഒരു പ്ലോട്ട് പോയിന്റ്. അത് സൈഡിൽ നടന്നൊരു സംഭവമായിട്ട് കാണിക്കുന്നു. പക്ഷെ അത് കഥയിൽ കഥാപാത്രം എടുക്കുന്ന പല തീരുമാനങ്ങളുടെയും കാരണം അതാണ് എന്ന് വെച്ചിട്ട് അതിൻ്റെ റിപ്പർക്കഷൻസ് ഒന്നും കാണിക്കുന്നില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ റിപ്പർക്കഷൻസ്, ഇയാളെ കൊന്നതിന് ഇയാൾ അകത്ത് പോകുമെന്ന് എടുത്ത് ഇതിനകത്ത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ കഥാപാത്രം പറയുകയുണ്ട്. 1 മാസത്തിനുള്ളിൽ നീ അകത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല. എനിക്കത് മനസ്സിലായതേ ഇല്ല അതെന്തിനാണ് അവരങ്ങനെ ചെയ്തതെന്ന്. അത് ജസ്റ്റ് മേ ബി അയാൾ മരിച്ചില്ലായിരുന്നെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്തേനെ. അതൊന്നും ചെയ്തിട്ടില്ല. രണ്ടാമത് അനശ്വര രാജൻ തുടക്കം തൊട്ട് ഇവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം, 18 വയസ്സാവുന്നതിന് മുമ്പ് കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഒളിച്ചോടുന്നതെന്നൊക്കെ കാണിച്ചിട്ട് അവസാനം 18 വയസ്സായി കഴിയുമ്പോൾ എൻ്റെ എല്ലാം പൈസ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പൈസ കിട്ടിയെന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പം അത് അവിടെ കുറേ എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നു. അത് സത്യം പറഞ്ഞാൽ എനിക്ക് വ്യക്തമായില്ല. അത് ചിലപ്പോൾ ഞാൻ കേൾക്കുന്ന എനിക്കത് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരത് പ്രോപ്പറായിട്ടത് പറഞ്ഞിട്ടില്ലായിരിക്കാം. എന്തിനാ അനശ്വര രാജൻ 18 വയസ്സായി കഴിഞ്ഞപ്പം വേണ്ട ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം പഠിച്ചോളാം എന്നൊക്കെ പറയുന്നത്? അങ്ങനെ ചെയ്യുന്നത് തന്നെ അവർക്ക് അതിനുള്ള പൈസ എങ്ങനെ കിട്ടി, അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്ന് നമുക്കറിയണമല്ലോ. അതൊന്നും പറയാതെ ജസ്റ്റ് ഇങ്ങനെ സൈഡാക്കി നിർത്തുന്നു. പിന്നെ ലൈക്കബിൾ ക്യാരക്ടേഴ്സ് അല്ല. ഈ സജിൻ ഗോപു ആയാലും അനശ്വര രാജൻ ആയാലും ലൈക്കബിൾ ക്യാരക്ടേഴ്സ് അല്ല. ഒരു കഥ പറയുമ്പോൾ അതിനകത്ത് ഒരു കഥാപാത്രമെങ്കിലും ലൈക്കബിൾ ആകണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഗാങ്സ് ഓഫ് വസൈപൂർ പോലത്തെ വല്ലോ ഒക്കെ എഴുതണം. ഇത് ഒട്ടും ലൈക്കബിൾ അല്ലായിരുന്നു ക്യാരക്ടേഴ്സ്. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. നമുക്ക് ഒന്നുമില്ല എൻ്റർടൈൻ ചെയ്യാൻ. ഇപ്പം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് നമ്മൾ കാണുകയാണെങ്കിൽ അതിനകത്ത് സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിലും സ്റ്റോറി ഭയങ്കര ഇൻട്രിഗിങ് ആയതുകൊണ്ട് നമ്മൾ ഇരുന്ന് കാണും. ഇതിനകത്ത് അതുമില്ല. മൊത്തത്തിൽ ഒരു ഗുണം കെട്ട സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. ഞാനിത് ഒട്ടും റെക്കമെൻഡ് ചെയ്യത്തില്ല. അതിനെപ്പറ്റി ഫർദർ സംസാരിച്ച് സമയം കളയാൻ താല്പര്യമില്ല. എന്തായാലും ഇത് നിങ്ങൾ കേട്ടിരുന്നതിന് ഒത്തിരി സന്തോഷം. ഇനിയുള്ള റിവ്യൂസും കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.